ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു തോരൻ റെഡിയാക്കിയെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോരൻ റെഡിയാക്കാൻ വേണ്ടി ഇന്ന് കിട്ടിയിരിക്കുന്നത് മീൻമുട്ടയാണ്. ഇത് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഉടനെ തന്നെ ആണെങ്കിൽ ഇത് തോരനൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നു, ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത്. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെള്ളപ്പൊടി പോലെ ഇങ്ങനെ കണ്ടില്ലേ, അതുപോലെ അത് പെട്ടെന്നായിട്ട് ഫുള്ള് വെള്ളത്തിൽ അലിഞ്ഞു പോകും. അത് കാരണം കൊണ്ട് ഒരുപാടങ്ങ് വെള്ളത്തിൽ ഒളിച്ച് ഒത്തിരി നേരം ഇട്ട് കഴുകരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളപ്പോൾ നമുക്കത് കഴുകാതെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണമല്ലോ. അങ്ങനെ ഫ്രീസറിൽ വെച്ചതായതുകൊണ്ട് നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ച് അങ്ങനെ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം ഒരു ബേസിനിലോട്ടാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലിങ്ങനെ ഈ ഒരു പാത്രം ഇറക്കി വെച്ചിരുന്നു. പിന്നെ ഞാനൊരു പാത്രമാണെങ്കിൽ പിന്നെ ഇതുപോലെ നോൺ വെജുകളൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുന്നൊരു പാത്രമാണ്. അപ്പോൾ തേങ്ങ ആണെങ്കിൽ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 തേങ്ങ അഴുക്കായിരുന്നു. ഒരു തേങ്ങ മാത്രം നമുക്ക് നന്നായിട്ട് കിട്ടിയത് കണ്ടോ. ഈ ഒരു തേങ്ങയുടെ ആണെങ്കിൽ ഫുൾ അഴുക്കായിരുന്നു. കാരണം നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തേങ്ങയായിരുന്നു. പക്ഷേ ഒരെണ്ണം ഓക്കെ ആയിരുന്നു. അത് പിന്നെ തിരുമിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുകിയൊക്കെ വാഷ് എല്ലാം എടുത്ത് നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മീൻമുട്ടയൊക്കെ. അപ്പോൾ നമുക്ക് തോരൻ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ സമയത്ത് ഇതിന് വേണ്ടിയ തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ സമയത്ത് വേറൊരു കാര്യം കൂടെ പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ സവാളയാണെങ്കിൽ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ചോപ്പറിലൊക്കെ ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതിന് നല്ലത്. കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റ് കൂടുതൽ നമുക്കിങ്ങനെ തോരനൊക്കെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു സവാളയാണെങ്കിൽ വയണ്ട് വന്നിട്ട് അതൊന്ന് കഴിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇങ്ങനെ ചീവി അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തു. അതിനൊപ്പം തന്നെ ആണെങ്കിൽ പച്ചമുളകാണെങ്കിൽ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്തു. തേങ്ങയും ഇട്ട് കൊടുത്തു. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ടിങ്ങനെ തിരുമ്മി എടുത്തിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഇളക്കിയെടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഇങ്ങനെ തിരുമ്മി പിന്നെ കുറച്ച് ഇഞ്ചിയൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇഞ്ചി ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ തിരുമ്മി നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഞെരടി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടത്തില്ലേ, അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മീൻമുട്ടയോടൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇതിൽ കുറച്ചൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാടങ്ങ് ഇതങ്ങ് നമ്മളിങ്ങനെ വഴറ്റിയെടുത്ത് വരണ്ട് അങ്ങനെ അങ്ങ് വരേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയത്ത് തന്നെ നമുക്ക് മീൻമുട്ടയും കൂടെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത്. കാരണം മീൻമുട്ടയിൽ നിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിയൊക്കെ വന്നിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കിയൊക്കെ എടുക്കാനും വേവിച്ചെടുക്കാനും. മീൻമുട്ടയൊക്കെ നമുക്ക് കിട്ടത്തില്ലല്ലോ. എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ മീൻമുട്ടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തോരനൊക്കെ റെഡിയാക്കി എടുക്കാൻ എനിക്കിഷ്ടമാണ്. കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. വേറെ കൂട്ടാനും കറികളും ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം വെച്ചിട്ട് ചോറുണ്ണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വറുത്ത് വേണമെങ്കിലും എടുക്കാം. വറുത്ത് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഇങ്ങനെ തോരൻ വെച്ചിട്ട് കഴിക്കുമ്പം കുറച്ചുകൂടി ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, അത് വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കളറ് കണ്ടോ, മീൻമുട്ടയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇളക്കിയൊക്കെ എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അധികം താമസമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും.
അപ്പോൾ മീൻ മുട്ടയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വറുത്ത് കഴിക്കാനാണോ, അതുപോലെ അതോ ഇങ്ങനെ തോരനായിട്ട് കഴിക്കാനാണോ? പിന്നെ ചിലർ നമുക്ക് കറിയിൽ തന്നെ മീനൊക്കെ കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കറിയിൽ നമുക്കിടും. അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമുള്ളവർ. ചിലരാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്തവരും കാണും. പക്ഷെ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നോൺ വെജൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. മീനൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഒരു കൂട്ടാനും ആകും. കുട്ടികളൊക്കെ ആണെങ്കിലും ചോറൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് നമുക്കിത് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ആദ്യം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോരായ്മ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇത് ഓൾറെഡി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി ഇങ്ങനെ പൊടിഞ്ഞ് വരാൻ ഇഷ്ടമല്ല, കുറച്ച് കഷ്ണമായിട്ട് കിടക്കേണ്ടിയെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തേച്ചാൽ മതി. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഒത്തിരി കുത്തി ഉടച്ച് കളയാതെ ഇളക്കിയെടുത്തേച്ചാൽ മതി. ഇവിടെ പിന്നെ ഞാൻ നന്നായിട്ട് എല്ലാവർക്കും ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടാണെങ്കിൽ ഇളക്കിയെടുത്തപ്പം പൊടിച്ചെടുത്ത് അങ്ങനെ ഇളക്കിയെടുത്താണ്. അങ്ങനെ ആകുമ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ കഷ്ണമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഷ്ണം എടുത്തുകൊണ്ട് പോകും. പൊടിയൊന്നും ആർക്കും പിന്നെ അത് ഇത് തട്ടി ഇരിക്കും. അതപ്പം എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുവാണെങ്കിൽ ആർക്കും പരാതിയില്ല, പരിഭവങ്ങളില്ല. എല്ലാവരും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം കേട്ടോ. അപ്പം നിങ്ങളങ്ങനെ ചെയ്ത് നോക്ക്. ഇങ്ങനെ തോരനൊന്നും വെച്ച് നോക്കാത്തവർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകണ്ട കേട്ടോ. പിന്നെ ഇത് ചെറിയൊരു കുറച്ചുകൂടെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി പോലെ വെക്കാൻ പറ്റും. നമ്മൾ ഫിഷ് ബിരിയാണിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ തന്നെ ഈ മുട്ട കൊണ്ട് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫിഷ് ബിരിയാണി എങ്ങനെയാണോ റെഡിയാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വല്ലപ്പോഴും ഒക്കെ ഇത് കിട്ടുന്നത്, എപ്പോഴും നമുക്ക് ഇത് കിട്ടത്തില്ലല്ലോ. പിന്നെ ചെറിയ മീനിൻ്റെയൊക്കെ മത്തിയുടെയും ഒക്കെ നമുക്ക് ഇങ്ങനെ മുട്ടയൊക്കെ കിട്ടും. അത് വെച്ചിട്ടാണെങ്കിലും ഒരുപാട് ഇങ്ങനെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ഫിഷ് മുട്ട കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ.